ഹലോ, എല്ലാവർക്കും കൊച്ചിൻ ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. മുട്ടക്കറി, ഒരു വെറൈറ്റി മുട്ടക്കറിയാണ് കേട്ടോ. ഒരു സാധാരണ മുട്ടക്കറിയല്ല, നമുക്ക് ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന, ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്ന നല്ല ഒരു അടിപൊളി മുട്ടക്കറിയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സവാളയും ടൊമാറ്റോയും കുറച്ച് പച്ചമുളകും, ഇതിൽ മുളക് പൊടി യൂസ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. അപ്പം പച്ചമുളക് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തിടണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, വലിയ ജീരകം, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന ജീരകമില്ലേ, ആ പെരിഞ്ജീരകവും ഇട്ടിട്ട് തക്കോലത്തിൻ്റെ ഒരു കഷ്ണവും ഒക്കെ ഇട്ട് നമുക്ക് ഇഷ്ടമുള്ള ഗരം മസാലകൾ ചേർക്കാം കേട്ടോ. അതും ഇട്ടിട്ട് നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആ വഴറ്റിയ കൂട്ടും കുറച്ച് തേങ്ങയും, ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് 4 മുട്ടയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട്, അപ്പോൾ ഗ്രേവി കൂടുതൽ കാണും, കൂടുതൽ തേങ്ങ എടുക്കുമ്പോൾ ഗ്രേവി കുറച്ച് മതിയെങ്കിൽ തേങ്ങ കുറച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഇനിയും കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം. അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കണില്ല, അപ്പം നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും. മല്ലിപ്പൊടി വറക്കണ്ട, പച്ച മല്ലിപ്പൊടി ഇടുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ കൂട്ടൊന്ന് ഇളക്കി നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം അതിലൊഴിക്കണം. ഒരുപാട് നേരം വേകേണ്ട ആവശ്യമില്ല, കാരണം മുട്ട വെന്തതാണ്, പിന്നെ ആ ഗ്രേവി വഴറ്റിയെടുത്താണ്. അപ്പോൾ കുറച്ചൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതിയാവും. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു പച്ചമുട്ട അതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ആ ഗ്രേവിക്ക് നല്ല ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. ആ മുട്ടയും കൂടി ഇടുമ്പോൾ ആ ഗ്രേവി എന്നിട്ട് ഇളക്കിയെടുക്കുമ്പോൾ അതിനൊരു നല്ല ടേസ്റ്റ് വരും മുട്ടയുടെ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ആ ഗ്രേവി കുറുകി വരുന്നത് വരെ നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുക, അതായത് ഒരു 5 മിനിറ്റ്. എന്നിട്ടിത് നമുക്ക് ഞങ്ങളെ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത്. ലഞ്ചിന് ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാനും ഒക്കെ നല്ല ഒരു അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെന്നൊക്കെ കമൻറ്റിലൂടെ